ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ കുടുംബത്തോടൊപ്പം ടെമ്പോ ട്രാവലറിൽ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്കാണ്. നോമ്പ് കഴിഞ്ഞുള്ള പെരുന്നാളും കഴിഞ്ഞ് കുട്ടികൾക്കെല്ലാം ഭയങ്കര ആഗ്രഹം എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന്. അങ്ങനെ കുടുംബത്തിലെ പെങ്ങന്മാരുടെ കൂടെയും അമ്മായിമാരുടെ കൂടെയും പെങ്ങന്മാരുടെ മക്കളുടെ കൂടെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഞങ്ങൾ 10 കുട്ടികളടക്കം 23 പേരുണ്ടായിരുന്നു. എല്ലാവരും ഈ വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അവിടെ നിന്ന് ഏകദേശം ഞങ്ങളുടെ വീട് കഴിഞ്ഞ് ഇപ്പോൾ നിലാമുറ്റം വഴി ഇരിക്കൂർ പാലം വഴി ഞങ്ങൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. ഇരിക്കൂർ പുഴയാണ് ഈ കാണുന്നത്. വണ്ടിയിൽ കുറച്ച് തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും നല്ല എൻജോയ് ചെയ്തിട്ടുള്ള യാത്രയായിരുന്നു. ആയിപ്പുഴയിൽ നിന്നും ഞങ്ങളുടെ ഒരു പുതിയൊരു അതിഥി കൂടി വണ്ടിയിലേക്ക് കയറി. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. പെങ്ങന്മാരിങ്ങനെ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മാങ്ങ, നല്ല പഴുത്ത മാങ്ങ, മുളകിട്ടത്, അതൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടുള്ള യാത്രയാണ് വണ്ടിയിൽ. ഇപ്പോൾ ചാലോട് കഴിഞ്ഞു വീണ്ടും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തവണ പയ്യാമ്പലം ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കുടുംബസമേതം പോകുന്നത് വേറെ തന്നെ ഒരു വൈബാണ്. വണ്ടിയിൽ നിന്ന് ഓരോരുത്തരായി ഈ പയ്യാമ്പലത്ത് തന്നെയുള്ള ഒരു വ്യൂ പാർക്ക്, സീ വ്യൂ പാർക്ക് എന്നൊരു പാർക്കുണ്ട്. ചിൽഡ്രൻസ് പാർക്കാണത്. അവിടെ ഞങ്ങൾ ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീ വ്യൂ പാർക്കിൽ പോയിട്ടില്ല. ഞങ്ങൾ ആദ്യം അവിടത്തേക്കാണ് പോകുന്നത്. ഈ പാർക്കിൽ ചെറിയൊരു ടിക്കറ്റ് നിരക്കുണ്ട്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്. അത് കൊടുത്താലും കുഴപ്പമില്ല. ഭയങ്കരമായിട്ടുള്ള വ്യൂ ആണ്. കടലിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു പാർക്കാണ് ഈ വ്യൂ പാർക്ക് എന്ന് പറയുന്നത്, സീ വ്യൂ പാർക്ക് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. അവിടെ ഇരുന്നിട്ട് കാറ്റ് കൊള്ളാനും ഈ ചൂട് സമയത്ത് നല്ല കടൽക്കാറ്റ് ഏറ്റുകൊണ്ട് നല്ല സുഖസുന്ദരമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുള്ളത് തന്നെ നല്ലൊരു രസമാണ്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതുപോലത്തെ അവിടെ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള നല്ല ഫോട്ടോ വ്യൂ ആയിട്ടുള്ള പാർക്ക് കൂടിയാണിത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ പാർക്കിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. പയ്യാമ്പലത്തുള്ള പാർക്കിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഈ പാർക്ക്, ഈ സീ വ്യൂ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിലേക്ക് ആദ്യമായിട്ടാണ് പോയത്. വളരെ മനോഹരമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. കുറച്ചു സമയം അവിടെ ചെലവഴിച്ച് ഞങ്ങൾ വീണ്ടും പാർക്കിൽ നിന്ന് തിരിച്ച് പയ്യാമ്പലത്തേക്ക് പോവുകയാണ്. പയ്യാമ്പലത്ത് വെച്ച് അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു. നമ്മളെ പ്രിയപ്പെട്ട അൻസാരി ജുഹൂരി ഉസ്താദ് ആലപ്പുഴ, അദ്ദേഹം പയ്യാമ്പലത്തുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി ഞങ്ങളെല്ലാവർക്കും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പറ്റി. എന്തോ ഒരു ആവശ്യത്തിന് അദ്ദേഹം ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളെയും കൂടി കൂട്ടിയിട്ടാണ് വന്നതെന്നാണ് തോന്നുന്നത്. അവരെ ഇങ്ങനെ കാറിലേക്ക് കയറ്റിയിട്ട് ഉസ്താദ് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഏതായാലും ഭയങ്കര അധികം സന്തോഷമായി ഉസ്താദിനെ കണ്ടപ്പോൾ. പയ്യാമ്പലം ബീച്ചിനടുത്തുള്ള പള്ളിയിൽ അസർ നമസ്കാരത്തിനായിട്ട് നമ്മൾ കയറി. അവിടെ നിന്ന് എല്ലാവരും അസർ നമസ്കരിച്ചു. വീണ്ടും ഞങ്ങൾ പാർക്കിൽ പയ്യാമ്പലം ബീച്ചിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഭയങ്കരമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പയ്യാമ്പലത്ത്. ഒന്നാമത് ഞായറാഴ്ച, രണ്ടാമത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസം. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ആളുകൾ
പയ്യാമ്പലം പാർക്കിലുണ്ട്. Your what? Your tomorrow. ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവര് ഒരു ജനസാഗരം തന്നെയാണ് ബീച്ചിലുള്ളത്. കണ്ടോ എത്രമാത്രം ആളുകളാണ് ഈ ബീച്ചിൽ. പല പരിപാടിയും പല ആഘോഷങ്ങളുമായിട്ട് ആളുകൾ ഇങ്ങനെ സമയം ചെലവഴിക്കുകയാണ് പയ്യാമ്പലം ബീച്ചില്. സൂര്യൻ ഇതാ അസ്തമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം 6 മണി ആയിട്ടുണ്ട്. 6 മണി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ബീച്ചിലെത്തിയത്. അപ്പോഴുള്ള കാഴ്ചയാണിത്. കുട്ടികൾ ഇങ്ങനെ തിരമാലയിൽ അത് ആർത്തുല്ലസിക്കുകയാണ്. അവർക്ക് കിട്ടിയ നല്ലൊരു ചാൻസാണ്. നമ്മുടെ കുടുംബത്തിലെ ഒട്ടുമിക്ക കുട്ടികളുമുണ്ട്. അവരെല്ലാം ആസ്വദിക്കുകയാണ്. നല്ല വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുളിക്കുകയാണ്. കടലിന്റെ മനോഹാരിത നോക്കി നോക്കി നിൽക്കേതാ സന്ധ്യയായി. ഏകദേശം ഇരുട്ട് പരക്കാൻ തുടങ്ങി. നല്ല മനോഹരമായ ബീച്ചിന്റെ കാഴ്ചകൾ വേറൊരു തരത്തിലേക്ക് മാറാൻ തുടങ്ങി. ഏതായാലും ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായി. ഞങ്ങൾ യാത്ര തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വരികയാണ്. നല്ല സുന്ദരമായ കാഴ്ച സമ്മാനിച്ച ദിവസം